വയനാട്ടിലെ കോളിയാടിയിൽ ഭക്ഷ്യവിഷബാധയെന്ന് സംശയം. ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് 30ഓളം കുട്ടികൾ ചികിത്സയിലാണ്. കോളിയാടി AUP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് രോഗബാധിതരായത്. ഇവരെ ബത്തേരിയിലെയും അമ്പലവയലിലെയും ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിട്ടാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാരണം ഭക്ഷണത്തിനൊക്കെ ഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കഴിച്ച കുട്ടികളുണ്ട്. അപ്പോൾ ചിലപ്പം വാഷ് ചെയ്യാൻ ഉപയോഗിച്ച വെള്ളത്തിൽ നിന്നാകാം, കൈ കഴുകാൻ ഉപയോഗിച്ച വെള്ളത്തിൽ നിന്നാകാം വന്നിട്ടുള്ളതെന്നാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. പഠിച്ചു കഴിഞ്ഞാൽ 3 ദിവസം എടുക്കും. കുറച്ച ദിവസം. വയനാട് ജില്ലയിലെ കോളിയാടി AUP സ്കൂളിലാണ് കഴിഞ്ഞ 3-ാം തീയതി ഒരു 2-3 കുട്ടികൾക്ക് വയറിളക്കം, അതുപോലെ തന്നെ പനി, ഛർദി തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടത്. അന്ന് തന്നെ കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചുവെന്നാണ് സ്കൂൾ അധികൃതർ നമ്മളോട് പറഞ്ഞത്. തുടർന്ന് 4-ാം തീയതിയും പല കുട്ടികളും ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുകയും സുൽത്താൻ ബത്തേരി താലൂക്കിലുള്ള ബത്തേരി, അതുപോലെ തന്നെ അമ്പലവയൽ തുടങ്ങിയ ഗവൺമെന്റ് ആശുപത്രികളിലെല്ലാം കുട്ടികൾ ചികിത്സ തേടുകയും ചെയ്തു. ഇപ്പോൾ ഏതാണ്ട് 30ഓളം കുട്ടികളാണ് വിവിധ ആശുപത്രികളിലായിട്ടുള്ളത്. ഇന്നും ചില കുട്ടികൾക്കൊക്കെ ഇത്തരത്തിലുള്ള ഒരു അസ്വസ്ഥതകൾ ഉണ്ട് എന്നാണ് സ്കൂൾ അധികൃതർ പറഞ്ഞത്. കാരണം പല രക്ഷിതാക്കളും അവരുടെ ഗ്രൂപ്പിലൊക്കെ ഇത് പറയുകയും തുടർന്ന് കുട്ടികളെ ആശുപത്രിയിൽ എത്തിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നാൽ കുട്ടികൾ 1-2 തവണ ഇത് കഴിയുകയും മരുന്ന് കഴിച്ചതിന് ശേഷം വലിയ രീതിയിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ആശുപത്രി അധികൃതരും പറയുന്നത്. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇതിന്റെ റിസൾട്ട് വന്നെങ്കിൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ എന്നും ആശുപത്രി അധികൃതർ പറയുന്നുണ്ട്. ഇതിന്റെ സാമ്പിളുകൾ അതിന്റെ പരിശോധനയ്ക്കായി മാനന്തവാടിയിലേക്ക് അയച്ചിട്ടുണ്ട് എന്നാണ് HI നമ്മളോട് പറഞ്ഞത്. പക്ഷേ ഇതൊരു ഭക്ഷ്യവിഷബാധയാണോ എന്നുള്ളതൊക്കെ സ്ഥിരീകരിക്കണമെങ്കിൽ ഇതിന്റെ റിസൾട്ട് വരണം. അന്ന് കുട്ടികൾക്ക് സാധാരണ നൽകുന്ന ഭക്ഷണം തന്നെയാണ്. അന്ന് ചോറും അതുപോലെ തന്നെ കടലയും പുളിശ്ശേരിയുമാണ് നൽകിയതെന്നാണ് സ്കൂൾ HM നമ്മോട് പറഞ്ഞത്. ഏതാണ്ട് 800ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ ഒരു UP സ്കൂളിൽ നിരവധി കുട്ടികൾ അന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും ഇത്തരത്തിൽ വന്നിട്ടില്ല. പക്ഷെ ഇന്ന് വീണ്ടും കുട്ടികളൊക്കെ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വലിയൊരു ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇതിന്റെ റിസൾട്ട് ഇന്ന് ഉച്ചയോടെ എത്തുമെന്നാണ് ഇപ്പോൾ നമ്മൾ പല ആശുപത്രികളിലും വിളിച്ചപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അത് എത്തിയതിനു ശേഷമേ ഇത് എന്താണെന്ന് പറയാൻ കഴിയുള്ളൂ. ഇതൊരു പകർച്ചവ്യാധിയാണോ അല്ലെങ്കിൽ എന്ത് രോഗമാണോ എന്ന്, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കല്ല, ഒരു സ്കൂളിലെ പല ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികൾക്കാണ് ഇത് ഉണ്ടായതെന്നുള്ളത് കൊണ്ടുമാണ് ഇത് എന്ത് അസുഖമാണ് എന്നുള്ള ഒരു ആശങ്ക എല്ലാവരിലും വരുന്നത്. എന്തായാലും ഇന്ന് വരുന്ന റിസൾട്ടോടെ തന്നെ അത് സ്ഥിരീകരിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. DMO സ്ഥലത്ത് എത്തിയിരുന്നതായി പറയുന്നു. അതുപോലെ തന്നെ ഇതിന്റെ നടപടികൾ അല്ലെങ്കിൽ ഇതുമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഇതിന്റെ പുറകിൽ തന്നെയാണ് സ്കൂൾ അധികൃതരും ഉള്ളതെന്ന് പറയുന്നു. പക്ഷെ 3-ാം തീയതി നടന്ന ഇതിന്റെ ഒരു സംഭവത്തിന്റെ സാമ്പിൾ ഇപ്പൊ പൊതുവെ 48 മണിക്കൂറിനുള്ളിൽ സാമ്പിള് റിസൾട്ട് നമുക്ക് ലഭിക്കേണ്ടതാണ്. പക്ഷെ ഇപ്പൊ 3 ദിവസം പിന്നിട്ടും റിസൾട്ട് കിട്ടിയിട്ടില്ല. എന്തായാലും ഇന്ന് ഉച്ചയോടെ തന്നെ റിസൾട്ട് കിട്ടുമെന്നാണ് നമുക്ക് അറിയുന്നത്. അതിനുശേഷമേ ഇതെന്താണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള മരുന്നാണ് എന്നൊക്കെ നമുക്ക് അല്ലെങ്കിൽ ആശുപത്രി അധികൃതർ പറയുള്ളൂ. പക്ഷെ ഇപ്പോൾ കുട്ടികളെ ഗുരുതര രീതിയിലൊന്നുമല്ല, കുട്ടികളെല്ലാം സ്റ്റേബിൾ ആണ് എന്നുള്ളതാണ് നമുക്ക് ആശുപത്രി അധികൃതരിൽ നിന്നും അറിയാൻ കഴിയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.